പ്രഭാതഭേരി. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. ചികിത്സയും പ്രതിരോധവും കാര്യമായി പുരോഗമിച്ചുവെങ്കിലും HIV-യെ ഭൂമുഖത്തു നിന്നും മുഴുവനായി തുടച്ചു നീക്കുന്നതുവരെ പോരാട്ടം തുടരണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിനം. എന്നാൽ കേരളത്തിലെ യുവാക്കൾക്കിടയിൽ, പ്രത്യേകിച്ച് 19-നും 25-നും പ്രായമുള്ളവരിൽ പുതിയ കേസുകളുടെ വർധനവുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു. കൂടാതെ HIV ബാധയുൾപ്പെടെയുള്ള സാംക്രമിക രോഗങ്ങളുടെ വ്യാപനം ത്വരിതപ്പെടുത്തുന്ന കെംസെക്സ് കേരളത്തിൽ പലയിടങ്ങളിലും ഇപ്പോൾ തന്നെയുണ്ടെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൊതുസമൂഹത്തില് മയക്കുമരുന്നുകളുടെ ദുരുപയോഗം വളരെ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ദേശീയ ആക്ഷൻ കമ്മിറ്റി കൺവീനർ ഡോക്ടർ സുൽഫി നൂഹ്: പലപ്പോഴും നമ്മൾ കരുതും വളരെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ട്. ഡ്രഗ് അഡിക്ഷനെ കുറിച്ചും അതുപോലെ നീഡിൽ സിറിഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചും അത് കഴിഞ്ഞ് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സിനെ കുറിച്ചും ഒക്കെ തന്നെയുള്ള ഒരു അവബോധം ഉണ്ട് എന്ന് നാം കരുതുന്നത് അസ്ഥാനത്താണ്. പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വളരെ നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ആൾക്കാർ പോലും ആദ്യത്തെ ഭാഗം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാവുന്ന മറ്റ് റിസ്കുകൾ, അതായത് ഇപ്പോ ഇൻട്രാവെനസ് ഡ്രഗ് അബ്യൂസേഴ്സിന് സിറിഞ്ച് വീണ്ടും വീണ്ടും ഒരാളിൽ നിന്ന് മാറി ഉപയോഗിക്കുന്ന രീതി ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചുള്ള അവയർനെസ്സും കുറവാണ് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം, HIV വരുന്നു, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് വരുന്നു, മറ്റു പല രോഗങ്ങളും ഇതിലൂടെ ഇൻട്രാവെനസ് ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതിലൂടെ പകർന്നു പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിലേക്ക് എത്തുന്നതിന് മുൻപ് എനിക്ക് കൂടുതൽ ശക്തമായിട്ട് പറയാനുള്ളത് മയക്കുമരുന്നുകളുടെ ദുരുപയോഗം തന്നെയാണ്. എയ്ഡ്സിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ ലഭ്യതയാണ് ഒരുപക്ഷെ കേരളത്തിലെയും ഒരുപക്ഷെ ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയേണ്ടി വരും. ഒരിക്കലും നമ്മൾ ഈ ഡ്രഗ് അബ്യൂസിലേക്ക് വീണ് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറുക, അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു സാധാരണ ജീവിതത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് പലപ്പോഴും പ്രയാസകരമായി മാറും. രണ്ടാമത്തെ കാര്യം, ഇൻട്രാവെനസ് ഡ്രഗ് അബ്യൂസും എയ്ഡ്സ് പോലെയുള്ള മറ്റു രോഗങ്ങൾ വരുന്നതിനെ കുറിച്ചാണ്. മൂന്നാമത്, പ്രൊട്ടക്റ്റഡ് ആയിട്ട് സെക്സ്വൽ ഇന്റർകോഴ്സ്. ധാരാളം ആൾക്കാർ നടക്കുന്ന പാർട്ടികൾ സംഘടിപ്പിക്കപ്പെടാറുണ്ട്. അവിടേക്ക് തന്നെയും ഇത്തരം മരുന്നുകൾ ലഭ്യമായിരിക്കുകയും ചില കേന്ദ്രങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും അത്തരം കാര്യങ്ങളിൽ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സിലേക്ക് നീങ്ങിപ്പോകുന്ന രീതിയിലേക്കും വരുന്നുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ശക്തമായി ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. എയ്ഡ്സിന്റെ മൊത്തത്തിലുള്ള കണക്കുകൾ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മൊത്തത്തിൽ പറയാൻ കഴിയും. പഴയതുപോലെയുള്ള ഒരു ഷാർപ്പ് ഇൻക്രീസ് എന്തായാലും തന്നെ ഇല്ല. പക്ഷെ എങ്കിൽ പോലും അതിന്റെ ഒരു പാറ്റേൺ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഡ്രഗ് അബ്യൂസേഴ്സിലേക്കും ഇത്തരം ആൾക്കാരിലേക്കും കൂടുതൽ വരുന്നു എന്നുള്ളത് ആശങ്കയുണർത്തുന്നതാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഒന്നിലധികം പങ്കാളികൾ, കോണ്ടം ഉപയോഗിക്കാതിരിക്കൽ എന്നിവ നിരവധി രോഗങ്ങളിലേക്ക് നയിക്കുന്നു. കേരളത്തിൽ മൊത്തത്തിലുള്ള വ്യാപനം കുറവാണ് എങ്കിലും ചില ജില്ലകളിൽ പുതിയ അണുബാധകൾ കണ്ടെത്തുന്നത് കാര്യമായ ബോധവൽക്കരണം, യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള കൗൺസിലിംഗ്, അവശ്യം വേണ്ട പരിശോധനകൾ എന്നിവയുടെ ആവശ്യകതയെ എടുത്തു കാണിക്കുന്നു. HIV എയ്ഡ്സ് രോഗമുള്ള മനുഷ്യരുടെ പ്രതിരോധ സംവിധാനം മാത്രമല്ല തകരാറിലാകുന്നത്, അവരുടെ മാനസികവും അതുപോലെ തന്നെ സാമൂഹികവും വൈകാരികവുമായ ജീവിതത്തെ ആഴത്തിൽ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. മനോരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ LC ഉമ്മൻ: രോഗനിർണയം നടത്തുമ്പോൾ തന്നെ ഉണ്ടാകാവുന്ന ഒരു ഞെട്ടലും വേവലാതിയും മരണത്തെക്കുറിച്ചുള്ള ഭയവും നാണക്കേടും അതിൽ നിന്ന് തുടങ്ങി വിഷാദരോഗവും അതേപോലെ തന്നെ ഉത്കണ്ഠയും ഭാവിയിൽ എന്താകുമെന്നുള്ളൊരു ചിന്തയും അപ്രതീക്ഷിതമായിട്ട് വരുന്ന പാനിക് അറ്റാക്സും ബൗദ്ധികമായിട്ട് അവരെ ബാധിക്കുന്ന ഓർമ്മക്കുറവ്, ശ്രദ്ധക്കുറവ്, ചിന്തയുടെ വേഗത കുറവ്, ട്രോമറ്റൈസിംഗ് ആയിട്ടുള്ള അനുഭവങ്ങൾ, കുറ്റബോധം, ഭയം, ഞെട്ടൽ, വികാരശൂന്യത, ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു സമ്മർദ്ദം, അതായത് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയും നിരന്തരമായിട്ടുള്ള ചികിത്സയും, അതായത് മരണം വരെയുമുള്ള ചികിത്സയും പരിശോധനകളും, ഇതൊക്കെയും തന്നെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഉണ്ടാക്കുന്നതിനും ലഹരി ഉപയോഗത്തിലേക്ക് തിരിയാനും ഒക്കെയുമുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അവർക്ക് ഏത് തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നു അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഇംപ്രൂവ്മെന്റ് വരുന്നത്. അപഹാസത്തെയും അതുപോലെ തന്നെ ചെവിയോട് ബന്ധപ്പെട്ടിട്ടുള്ള അപകീർത്തിയൊക്കെയുണ്ട്. അത് വളരെയധികം മാനസിക ഭാരം സൃഷ്ടിക്കാവുന്നതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ വരുമ്പോൾ ചെവിയെക്കുറിച്ച് നന്നായി പഠിക്കുക, നെഗറ്റീവായിട്ടുള്ള കമന്റ്സ് നൽകുന്നവരെ ഒഴിവാക്കുക, പിന്തുണ നൽകുന്ന കൂട്ടായ്മകളിൽ കൂടുതൽ ശക്തമായിട്ട് പ്രവർത്തിക്കുക, അങ്ങനെ ആത്മവിശ്വാസം വർദ്ധിച്ച് എടുക്കേണ്ടത് ആവശ്യമാണ്. ദിവസവും വ്യായാമം ചെയ്യേണ്ടതും മതിയായ ഉറക്കവും പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കേണ്ടതാണ്. മദ്യം, ലഹരി ഇത്തരം പദാർത്ഥങ്ങളെ ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. ഇത് മനസ്സിനെ ശാന്തമാക്കുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സഹായകരമാണ്. 1987 ആദ്യ HIV എയ്ഡ്സ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ മുതൽ ഈ രോഗാവസ്ഥയ്ക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ കേരളത്തിലെ സാമൂഹിക ആരോഗ്യ പ്രവർത്തകർ ചെയ്തുവരുന്നു. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നിരീക്ഷണ സംവിധാനങ്ങളിലൂടെ
ഈ മാറ്റങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നത് അണുവ്യാപനം തടയുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. HIV അണുബാധിതരുടെ കണ്ടെത്തിയിട്ടുള്ള ആളുകളുടെ ഇടയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് വരുന്നത് അണുബാധിതരുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ വേറൊരു ആളിലേക്ക് HIV അണുബാധ പകരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി വരുന്നുണ്ട്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അസിസ്റ്റന്റ് ഡയറക്ടർ അഞ്ജന. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ART ചികിത്സ എടുക്കുന്ന ആളുകളിൽ ART ചികിത്സയുടെ കൃത്യത ഉറപ്പാക്കുന്നതിലൂടെ അവരുടെ പങ്കാളികൾക്കോ അവരുമായി മറ്റ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും HIV അണുബാധ പിടിപെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചികിത്സാ കൃത്യത ഉറപ്പാക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരാൾ HIV അണുബാധിതനായി അല്ലെങ്കിൽ അണുബാധിതയായി കണ്ടെത്തി കഴിഞ്ഞാൽ അവരിലൂടെ ഉള്ള യഥാർത്ഥ പങ്കാളിയാകാം, അവരുടെ ബയോളജിക്കൽ ചിൽഡ്രൻ ആകാം, മറ്റ് ലൈംഗിക പങ്കാളികൾ ഉണ്ടെങ്കിൽ അവരിലൂടെ എല്ലാം തന്നെ ഈ HIV അണുബാധ പകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഡെക്സ് ടെസ്റ്റിംഗ് നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ട്. എല്ലാ 6 മാസവും കൂടുമ്പോൾ HIV അണുബാധിതരായിട്ടുള്ള ആളുകളുമായിട്ട് അല്ലെങ്കിൽ അണുബാധയുള്ളവരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പോഷർ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ആളുകളെ ഈ അണുബാധിതർ തന്നെ കണ്ടെത്തി കൊണ്ടുവരുന്നതിലൂടെ അവരെയും നമ്മൾ HIV പരിശോധന നടത്തി അവരിലും നമ്മൾ HIV ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന പ്രക്രിയയാണ് ഈ ഇൻഡെക്സ് ടെസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് HIV അണുബാധിതരായിട്ടുള്ള ആളുകളെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് നമ്മൾ നടത്തി വരുന്നുണ്ട്. ART ചികിത്സ കൃത്യത ഉറപ്പുവരുത്തുന്നതിലൂടെ തന്നെ അവർക്ക് സാമൂഹികപരമായിട്ടുള്ള ഉന്നമനത്തിനുള്ള വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ HIV അണുബാധിതനായി കഴിഞ്ഞാൽ ചികിത്സയോടൊപ്പം അവർക്ക് ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിനാവശ്യമായിട്ടുള്ള പോഷകാഹാര പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. കേരളത്തിൽ ART അഥവാ ആന്റി റിട്രോവൈറൽ തെറാപ്പി പ്രോഗ്രാം HIV പരിചരണത്തിന്റെ നട്ടെല്ലായി തുടരുന്നു. ART സെന്ററുകളുടെ ശൃംഖല, ലിങ്ക് ART സെന്ററുകൾ, ജ്യോതി സെന്ററുകൾ എന്നിവയിലൂടെ HIV ബാധിതർക്ക് സൗജന്യ ചികിത്സ, HIV പരിശോധന, കൗൺസിലിംഗ് എന്നിവ നടക്കുന്നുണ്ട്. നമ്മൾക്കറിയാം HIV അണുബാധിതരുടെ എണ്ണം തടയാനായിട്ട് നമ്മൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും എന്ന രീതിയിൽ നമുക്ക് HIV അണുബാധിതർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എറണാകുളം ജനറൽ ആശുപത്രിയിലെ ആന്റി റിട്രോവൈറൽ ട്രീറ്റ്മെന്റ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പാർവതി. HIV അണുബാധിതരായ വ്യക്തികൾ ടെസ്റ്റ് ചെയ്ത് HIV അണുബാധ ഉണ്ട് എന്ന് അറിയുമ്പോൾ അവർ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ആന്റി റിട്രോവൈറൽ ട്രീറ്റ്മെന്റ് സെന്ററുകളിലാണ്. ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ അവരെത്തുന്ന ആദ്യം തന്നെ അവരെ മാതിരി തന്നെ പോസിറ്റീവായ ഒരു വ്യക്തി അവിടെ ഉണ്ടാവും. അവരെ നമ്മൾ കെയർ കോർഡിനേറ്റർ എന്നാണ് വിശേഷിപ്പിക്കുക. അവരാണ് ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. അപ്പൊ കെയർ കോർഡിനേറ്ററെ കണ്ട് അവരോട് സംസാരിക്കുന്നതോടെ ഇവർക്കൊരു പിയർ കൗൺസിലിംഗ് ലഭ്യമാവും. കാരണം അവരെ മാതിരി തന്നെ HIV ബാധിതനോ ബാധിതയോ ആയ ഒരു വ്യക്തിക്ക് എങ്ങനെ സമൂഹത്തിൽ പോസിറ്റീവായിട്ട് ജീവിക്കാം എന്നുള്ളതിനെ കുറിച്ച് അവരൊരു ചെറിയ ധാരണ ഈ വ്യക്തികൾക്ക് കൊടുക്കുന്നതായിരിക്കും. അതിനുശേഷം അവർ കാണുന്നത് നമ്മുടെ ART സെന്ററിലുള്ള കൗൺസിലറെ ആയിരിക്കും. അപ്പൊ കൗൺസിലേഴ്സിന്റെ പ്രധാന ലക്ഷ്യം പലരും പല രീതിയിലായിരിക്കും ഈ HIV അണുബാധ ഉണ്ട് എന്നറിയുമ്പോൾ റിയാക്ട് ചെയ്യുക. അവരുടെ പ്രശ്നങ്ങൾ എന്താണോ എന്ന് കണ്ടെത്തി അവരെ കൗൺസിൽ ചെയ്ത് ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറാക്കുക എന്നുള്ളതാണ്. രോഗം ബാധിതനാണെങ്കിൽ പോലും മരുന്നെടുത്തുകൊണ്ട് അവർക്ക് സാധാരണ ഒരു വ്യക്തിയുടെ ശരാശരി ആയുർദൈർഘ്യം അവർക്കുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും എന്തെല്ലാമാണ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ള ചെറുതായിട്ട് അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷമായിരിക്കും അവർ സ്റ്റാഫ് നഴ്സിനെ കാണുക. സ്റ്റാഫ് നഴ്സ് അവരുടെ മൊത്തത്തിലുള്ള ബ്ലഡ് പ്രഷർ, ഷുഗർ എല്ലാം ചെക്ക് ചെയ്ത് മെഡിക്കൽ ഓഫീസറിന്റെ അടുത്തേക്ക് എത്തിക്കും. മെഡിക്കൽ ഓഫീസേഴ്സ് അവരെ പരിശോധിച്ച് അവർക്ക് വേറെ എന്തെങ്കിലും അവസരജന്യ രോഗങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് നമ്മുടെ ആദ്യത്തെ പ്രധാന ലക്ഷ്യം. HIV അണുബാധിതനായ ഒരു വ്യക്തിയുടെ പ്രതിരോധ ശേഷി വളരെ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കുമല്ലോ. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് പിടിപെടാൻ സാധ്യതയുള്ള ഒരു പ്രധാന രോഗമാണ് TB എന്ന് പറയുക. HIV ബാധിതനെ സംബന്ധിച്ചുള്ള ചികിത്സ ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. എങ്ങനെയാണോ നമ്മളൊരു ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എന്നുള്ള രോഗമൊക്കെയുള്ള വ്യക്തി ജീവിത അവസാനം വരെ മരുന്ന് കഴിക്കുന്നത്, അതേമാതിരി നമ്മൾ ഈ രോഗത്തെ കാണാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന ലക്ഷ്യം. നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിട്ട് സമൂഹത്തിൽ ജീവിക്കുകയും സാധാരണ വ്യക്തിയുമാരി ജോലി ചെയ്ത് സ്വയം പര്യാപ്തത നേടിക്കൊണ്ട് നല്ല ആരോഗ്യത്തോടെ സാധാരണ വ്യക്തിയുടെ ആയുർദൈർഘ്യത്തിൽ വരെ ജീവിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ART സെന്ററുകളിൽ നമ്മൾ നടത്തുക. HIV പ്രതിരോധത്തിൽ ആരോഗ്യ സംവിധാനത്തിനപ്പുറം സമൂഹത്തിന്റെ മനോഭാവം നിർണായക പങ്ക് വഹിക്കുന്നു. HIV-യെക്കുറിച്ചുള്ള അബദ്ധധാരണകൾ കാരണം ഇപ്പോഴും പലരും സമയബന്ധിതമായ പരിശോധനയോ ചികിത്സയോ തേടുന്നതിൽ വിമുഖരാണ്. 2030 ഗ്ലോബൽ എലിമിനേഷൻ ഓഫ് HIV എന്ന ഉള്ള ഒരു ലക്ഷ്യമാണ് സുസ്ഥിര വികസന ലക്ഷ്യപ്രകാരം 3.3 എന്ന് പറയുന്ന ടാർഗറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ജോയിന്റ് ഡയറക്ടർ രശ്മി മാധവൻ.
അതിന് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ബോധവൽക്കരണം തന്നെയാണ്. കാരണം HIV എങ്ങനെ പകരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു പ്രതിരോധം തീർക്കാൻ സാധിക്കും. പിന്നെ അടുത്ത നമ്മൾ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇനി ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ HIV അണുബാധ ഒന്നും ഇല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് വേണ്ടിയിട്ട് എലിമിനേഷൻ ഓഫ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ഓഫ് HIV ആൻഡ് സിഫിലിസ് എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. എല്ലാ ഗർഭിണികളെയും ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ തന്നെ HIV-യും സിഫിലിസും പരിശോധിച്ചിട്ട് HIV അണുബാധയോ സിഫിലിസ് അണുബാധയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചികിത്സ നൽകിക്കൊണ്ട് ജനിക്കാൻ പോകുന്ന കുഞ്ഞിലേക്ക് HIV-യും സിഫിലിസും നമുക്ക് തടയാൻ പറ്റും. അപ്പൊ തടയാൻ പറ്റുന്ന ആണ് HIV എന്ന് ഉള്ള കാര്യം നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കണം. അത് നമുക്ക് ശ്രദ്ധയും ജാഗ്രതയും ഉണ്ടെങ്കിൽ HIV തടയാൻ പറ്റും. യുവജാഗരൺ എന്ന് പറഞ്ഞുള്ള ഒരു ക്യാമ്പയിൻ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സംസ്ഥാന NSS-ഉമായിട്ട് ചേർന്നിട്ട് സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികളിലേക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ചെയ്യുന്നത്. ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു 2030 പുതിയ HIV അണുബാധ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമകരമായിട്ടുള്ള എന്നാൽ നമുക്ക് സാധിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 2030 ലക്ഷ്യമിടുന്ന ആഗോള HIV നിർമ്മാർജ്ജനത്തിലേക്കുള്ള പാത ക്ലിനിക്കുകളിലോ പോളിസി റൂമുകളിലോ മാത്രമല്ല നിർമ്മിക്കപ്പെടുന്നത്. സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണങ്ങളിലും അപമാനമല്ല അതിജീവനമാണ് എന്ന് പഠിപ്പിക്കുന്ന ക്ലാസ് മുറികളിലും മിണ്ടാതിരിക്കുന്നതിന് പകരം പിന്തുണ നൽകുന്ന ബന്ധുക്കളിലും പ്രതിരോധവും പരിചരണവും പങ്കിടേണ്ട ഉത്തരവാദിത്തങ്ങളിലുമാണ് എന്ന് തിരിച്ചറിയുന്ന സമൂഹങ്ങളിലുമാണ്. കേരളത്തിന് അതിന്റെ പൊതുജനാരോഗ്യ അടിത്തറയെ അവബോധത്തിന്റെയും സ്വീകാര്യതയുടെയും ഒരു പുതിയ സംസ്കാരവുമായി സംയോജിപ്പിക്കാൻ കഴിയുമെങ്കിൽ HIV-ക്കെതിരായ പോരാട്ടത്തെ രാജ്യത്തിനൊരു മാതൃകയാക്കി മാറ്റാൻ സംസ്ഥാനത്തിന് കഴിയും. ഓരോ വ്യക്തിക്കും അവരുടെ ഭൂതകാലത്തിന്റെ ഭാരമില്ലാതെ ആരോഗ്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കാനുള്ള അവസരം ലഭിക്കുന്ന സ്ഥലം. ആ ദർശനം കൂട്ടായ ഒരു ചുവടുവയ്പ്പിനായി കാത്തിരിക്കുന്നുവെന്ന് ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. പ്രഭാതഭേരി